ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്ളോഗോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കഥ പറച്ചിലോ ഒന്നുമല്ല. ഒരു സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ് സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ടോവിനോ തോമസിന്റെ നടികറിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ടീസർ ഇറങ്ങിയിട്ട് ഒരാഴ്ചയോ അത്രയായി, കറക്റ്റ് എനിക്കറിയത്തില്ല. ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ടീസർ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ആ ടീസർ കാണുന്നത് തന്നെ ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പൊ 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ ഇടണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇടാഞ്ഞത്. പക്ഷെ എനിക്ക് ആ ടീസർ കണ്ട സമയത്ത് തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ടീസർ കേട്ടോ. കാരണം എനിക്ക് ഒന്നാമതേ ടോവിനോ തോമസ് എന്ന് പറയുന്ന ഒരു ആക്ടറിനെ നല്ല ഇഷ്ടമാണ്, പുള്ളികളുടെ വർക്ക്സും. അതുപോലെ തന്നെ ഈ കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു കാസ്റ്റാണ്, അടിപൊളി കാസ്റ്റാണ്. സൗബിനാണെങ്കിലും ഭാവനന്റെ ഒരു വേറെ ഒരു ടൈപ്പ് ഓഫ് ഒരു എൻട്രി ആവട്ടെ എന്ന് നമുക്ക് ഓർക്കാം, നമുക്ക് എന്താ പറയുക ആഗ്രഹിക്കാം. അപ്പൊ എല്ലാ രീതിയിലും ഈ സിനിമയ്ക്ക് കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ലാൽ ജൂനിയറിന്റെ ആണ്. അപ്പൊ അങ്ങനെ എന്താ പറയാ, ഒരു നമുക്കത് കാണുമ്പോൾ തന്നെ ഹെയർ സ്റ്റൈൽ, ടോവിനോ തോമസിന്റെ ഒരു ഹോൾ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ഫുൾ അപ്പിയറൻസ് ഒക്കെ മാറ്റിയേക്കുന്ന രീതിയും അങ്ങനെ എല്ലാ രീതിയിലും ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. അപ്പം ഇതിന് ട്രെയിലർ ഇറങ്ങിയത് ഇന്നലെ രാത്രി എന്നാണ് ട്രെയിലർ ഇറങ്ങിയത്. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ, നമുക്കിന്ന് ട്രെയിലർ കാണാം. ട്രെയിലർ കാണണല്ലോ, കാരണം നമ്മുടെ ഇങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ട്രെയിലർ കാണാണ്ട് പിന്നെ. അപ്പൊ നമുക്ക് ആദ്യം ട്രെയിലർ കാണാം. 2.5 മിനിറ്റേ ഉള്ളൂ. എന്താണ് സംഭവം എന്ന് നമുക്കറിയാം, എന്നിട്ട് പിന്നെ ബാക്കി സംസാരിക്കാം. ഓക്കെ, ബാക്കി സംസാരിക്കാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നോർമൽ ആർക്കാക്കി ട്രെയിലർ കാണുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ദിവ്യപ്പിള്ളേ പക്ഷെ സർക്കാർ ഈ തൊപ്പിയും കാക്കിയും അണിയിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എനിക്ക് മുമ്പ് വന്ന ചില ഊച്ചാളി പോലീസുകാരെ കൂടെ ചെയ്യാനാണ്. മുഹമ്മദ് ഷക്കീർ സൂപ്പർ സ്റ്റാർ. അതെ, കറക്റ്റ്. ദൗർഭാഗ്യവശാൽ എന്റെ സിനിമാ സഹപ്രവർത്തകനായ ഒരു സഹോദരന്റെ കാര്യം ചെറിയൊരു പൊട്ടണം. അന്ന് കാർ ഓടിച്ചിരുന്ന ഞാനായിരുന്നു. ഞാൻ നാട്ടിൽ ചെന്നിട്ട് മാസ്റ്റർ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാം, അല്ലാണ്ട് ആക്ടിംഗ് ഒക്കെ ആയിട്ട് പഠിക്കണോ? സൗബിന്റെ സെറ്റ് നോക്കിയേ. എന്റെ ആദ്യത്തെ 3 പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നോ? അത് ചെയ്തത് ഞാൻ തന്നെയല്ലേ. ആദ്യത്തെ 3 സൂപ്പറായിരുന്നു. ഞാൻ എന്ത് സൂപ്പർ സ്റ്റാറായി അന്ന് തന്നെ പണി മാറി. സിനിമ എന്ന് പറയുന്നത് ഒരു ചരിത്രം. സ്റ്റാലിൻ സ്വാസ്കി, ബോളോസ്വാസ്കി, ആശാമര തട്ടകം, അതൊരാൾക്കൊണ്ട് ചെയ്യാൻ പറ്റും. ഗണപതി അല്ലേ? എന്താണ് സിംഹാസനം? അതൊന്നും ഒരാൾക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചില സിനിമകളിലൊക്കെ ലാലേട്ടൻ അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അങ്ങനെ സ്കോപ്പുകളൊന്നും കണ്ടിട്ടുണ്ട്. സീനിലല്ല പറഞ്ഞു. അത് ശരി, ആയി ശരി. അത് ബാലു മെയ് 3 ഇറങ്ങുന്നത്. മെയ് 3 എന്ന് പറഞ്ഞത് ഇപ്പൊ ആയി. ഇന്ന് തന്നെ ഇന്ന് ഏപ്രിൽ 28 തീയതിയാണ്. 4 ദിവസം കൂടെ കഴിഞ്ഞ് ഇറങ്ങും. ബേസിക്കലി ആ നടികർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നടികർ. ഇനി ഞാൻ പറയും നടികർ എന്ന് പറഞ്ഞാൽ എന്താണ് നടികർ, അത് മനസ്സിലായല്ലോ. അപ്പം ഒരു ആക്ടർ ആയതിന്റെ ആക്ടർ അറഗൻസ് ആണോ പിന്നെ വരുന്നത്? ഇപ്പം നമ്മൾ ഈ വർഷങ്ങൾക്ക് ശേഷം സിനിമേൻ്റെ അകത്തായാലും നമ്മൾ കാണുന്നൊരു സംഭവമുണ്ട്. സക്സസ് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ബാക്കിയുള്ള സ്റ്റെപ്സ് ഒക്കെ ആ അഹങ്കാരം തലയിൽ കയറിയ പിന്നെ നമ്മൾ ചെയ്യുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ബ്രേക്കായി ഡിസ്ട്രോയിഡ് ആയി പോകും. നമ്മൾ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസിന്റെ ക്യാരക്ടർ. ആദ്യത്തെ 2 സിനിമ എന്ത് സൂപ്പർ ഹിറ്റ് ഡ്യൂപ്പർ ആയിരിക്കും. പക്ഷെ അതിന് ശേഷം പിന്നെ അഹങ്കാരം തലയിൽ കയറുമ്പോൾ പിന്നെ ബാക്കി ഒന്നും ചെയ്യണത് വർക്ക് ആവുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ വരുന്നുണ്ടല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്താണെങ്കിലും
ടോവിനോ തോമസ് പറയുന്ന ഡയലോഗ് ഉണ്ട്, എൻ്റെ ആദ്യത്തെ 3 സിനിമ ഹിറ്റല്ലേ, ഞാൻ തന്നെ അല്ലേ ചെയ്തത്, പിന്നെന്താ. പക്ഷെ ഒന്ന് സൂപ്പർ സ്റ്റാർ ആയോ അവിടെ കഴിഞ്ഞു. അപ്പം സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ നമ്മുടെ തലയും നമ്മുടെ ഹമ്പിളായിട്ടുള്ള ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇത്. പക്ഷെ അങ്ങനെ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്ന ആൾക്കാർക്കേ അറിയത്തുള്ളൂ ആ എത്തുമ്പോൾ അവരെന്താണ് അണ്ടർഗോ ചെയ്യുന്നത് എന്നുള്ളത് അവർക്കേ മനസ്സിലാവും. നമുക്കിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ലല്ലോ. നമ്മൾ ആ ഒരു പൊസിഷനിലാവുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഹൗ ഇറ്റ് ഫീൽസ് ടു ബി എ സൂപ്പർ സ്റ്റാർ എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മറ്റേ സീൻ പറഞ്ഞില്ലേ ഇടിച്ചിട്ടിട്ട്, എനിക്ക് അത് കേട്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന സിനിമ ഏതാണെന്ന് അറിയാം, ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. എനിക്ക് ആദ്യം ഞാൻ ആ സീൻ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്കാണ് മറ്റേ ഡ്രൈവിംഗ് ലൈസൻസിലെ പൃഥ്വിരാജും സുരാജ് വെഞ്ഞാറമൂടുള്ള ഒരു ഇതില്ലേ, വണ്ടി പോയിട്ടിരിക്കുക, അങ്ങനത്തെ ആ എന്തൊക്കെയൊക്കെയാണ് എനിക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ സൗബിൻ്റെ ആണെങ്കിലും ഓവറോൾ ഗെറ്റപ്പും നമ്മുടെ ടോവിനോ തോമസിൻ്റെ ആണെങ്കിലും ഓവറോൾ ഗെറ്റപ്പ്, ഓരോ സിനിമ ആക്ടർ ആണല്ലോ, അപ്പം അതിനനുസരിച്ചുള്ള രീതിയിലാണല്ലോ, വളരെ ഒരു വെറൈറ്റി. നമ്മൾ ഇതിനു മുമ്പ് ടോവിനോ തോമസിന് നമ്മൾ ഹെയർ ഇതായി കണ്ടത് മാരിയിൽ നമ്മൾ കണ്ട ഓർമ്മയില്ലേ, പക്ഷെ അത് ഇതുപോലെ ആയിരുന്നില്ല. അവിടെ ആ സമയത്ത് വില്ലനായിരുന്നല്ലോ. അപ്പം ഇത് വേറെ ഒരു ലുക്കാണ്. അപ്പം എന്തായാലും ഭാവനയാണെങ്കിലും അതെ, ഭാവനയുടെ റോളാണെങ്കിലും ഞാൻ ആക്ച്വലി നല്ല എക്സൈറ്റഡ് ആണ് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. കാരണം അതിനകത്ത് വൺ ഓഫ് ദി മെയിൻ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവനേൻ്റെ ഒരു കംബാക്ക്. ഇതിനു മുമ്പ് സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇൻ ദ സെൻസ് ഭാവനയുടെ ഒരു സിനിമ കാണണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമ എന്ന് ചോദിച്ചാൽ ഞാൻ നടികറായിരിക്കും. എന്തായാലും May 3 ഇറങ്ങുമല്ലോ, നമ്മൾ അത്ര വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ എത്തി, 4 ദിവസം കഴിഞ്ഞാൽ മതി. എക്സാം ആണ് എനിക്ക് May 3. അപ്പോൾ ഓക്കെ, ഒരു കാര്യം ചെയ്യാം, May 3 എക്സാം കഴിഞ്ഞിട്ട് പോയി കാണാവുന്നതാണ്. ആക്ച്വലി ഉണ്ടല്ലോ ഇന്ന് ഞാനിങ്ങനെ ഇച്ചിരി ചെറുതായിട്ട് ഇങ്ങനെ ലോ ആയിട്ടിരിക്കുവാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഈ സിനിമയുടെ ട്രെയിലർ കണ്ട് അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഒരു സുഖം, ഒരു മനസ്സിനൊരു സന്തോഷം പോലെ. ആക്ച്വലി മൂവി ബ്രിങ്സ് മീ ഹാപ്പിനെസ്. ഞാൻ നിങ്ങളോട് പറയാറില്ലേ, പക്ഷെ എനിക്കിപ്പോൾ പെട്ടെന്ന് റിയലൈസേഷൻ വന്നാണ് സിനിമ ബ്രിങ്സ് മീ ഹാപ്പിനെസ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. May 3 പോയിട്ട് നമുക്ക് സിനിമയെല്ലാം കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാവുന്നതാണ്. അപ്പോൾ എന്തായാലും ടാറ്റ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.